ഞായറാഴ്ചയാണ്. അപ്പം നാടൻ കോഴിക്കറിയും ചക്ക ഇളക്കിയതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ. അപ്പൂപ്പനോട് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ റെഡിയാക്കുന്നത്? ശേഷം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അപ്പു എന്താ ഇവിടെ നാടൻ കോഴിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് അമ്മയോട് എങ്ങനെയാണ് വേവിക്കുന്നത് ചോദിക്കാം. ഇതാണ് എൻ്റെ അമ്മ. അമ്മയോട് ചോദിക്കാൻ എങ്ങനെയാണ് വേവിക്കേണ്ടത്. ഓക്കെ. ഇന്ന് എൻ്റെ മക്കൾക്കെല്ലാം വേണ്ടിയിട്ട് സ്പെഷ്യൽ ചിക്കൻ കറിയും ചക്കയൊക്കെയാണ് ഇന്നത്തെ പാചകം. എല്ലാം വിറകടുപ്പിലാണ്. നമ്മുടെ വീടിൻ്റെ താഴെയുള്ള നമ്മുടെ ഷെഡിലാണുള്ളത്. വിറകടുപ്പിൽ വേവിക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആദ്യം നമുക്ക് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം തന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇതാണ്. ഈ അല്പം കൂടുതലാണ്. ഗ്യാസ് അടുപ്പ് പോലെ അത്ര ഈസി അല്ല പാചകം. എന്തായാലും നമുക്ക് നല്ല നാടൻ ചിക്കൻ കറി ഉണ്ടാവും. ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഏകദേശം ഉള്ളി പാകപ്പെട്ട് വരുന്നതേ ഉള്ളൂ. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർക്കാൻ കഴിയൂ. അപ്പോൾ കുറച്ചുകൂടെ റെഡി ആവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല സൂപ്പർ മഴ വരാൻ പോവുകയാണ്. എത്രയും വേഗം തന്നെ നമുക്ക് ചിക്കൻ കറി റെഡിയാക്കണം. ബാക്കിയൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ. ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ചക്കയും ചിക്കൻ കറിയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കതിലേക്ക് വരാം. നല്ല മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാല ഒക്കെ ചേർത്ത് ഇങ്ങനെ വഴണ്ട് വന്ന ഉള്ളിയെ റെഡിയാക്കുകയാണ്. എല്ലാവരും വെക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഞാനിന്ന് ഈ ചിക്കൻ കറി വെക്കുന്നത്. മല്ലിയും മുളകൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട് ഉള്ളിയോടൊപ്പം ചേർന്ന്. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു അല്പം വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ കറി. ഒക്കെയുള്ളതൊക്കെ റെഡിയായി. നമുക്ക് ഈ വഴണ്ട് വന്ന മസാലയ്ക്കുള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നിന്ന് കുറച്ച് വെള്ളവും അല്ലാതെ തന്നെ നമ്മൾ കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും, നല്ല പാകമായി വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ചിക്കൻ ഫുള്ളാണ് നമ്മളിതിനകത്ത് ചേർത്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി മറിച്ചതിന് ശേഷം വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വേവാൻ പാകത്തിൽ നന്നായിട്ടങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നേരത്തെ തന്നെ വഴണ്ട് റെഡിയായതാണ്. ഇനി മസാലയും ചിക്കനും ഒക്കെ ആയിട്ടൊരു യോജിപ്പുണ്ടാകും. അതാണ് അപ്പോൾ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വറ്റൽ മുളകൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നുണ്ട് നമ്മുടെ കറിക്കകത്ത്. അപ്പോൾ മഴയൊക്കെ പെയ്യുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് തിന്നു. ചിക്കൻ കറിയും ചക്ക ഇളക്കുകയും ചോറെല്ലാം കൂടെ തിന്നു. അതിൻ്റെ വീഡിയോ പറയുകയാണ്. അപ്പോൾ നമ്മുടെ മഴയത്ത് ചിക്കനും ചക്കയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. നമ്മൾ കഴിച്ചൊക്കെ കാണിക്കാൻ കഴിയും. നമ്മുടെ നാടൻ കോഴിക്കറിയും ചക്ക ഇളക്കിയും ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാനൊക്കെ പോവുകയാണ്. അപ്പിച്ചോട് എങ്ങനെയുണ്ട് ചോദിക്കാം. രായപ്പ എവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ചക്ക ഇളക്കിയതും ചിക്കൻ കറിയും കഴിക്കുകയാണ്. എൻ്റെ അമ്മ വെച്ച കറിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരോടും എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിക്കാം. അടിപൊളി അടിപൊളി എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇനി അടുത്ത അപ്പുചേട്ടനോട് ചോദിക്കാം. അതാണ് കാണിച്ചത്. നമുക്ക് അച്ഛനോട് ചോദിക്കാം. അടിപൊളി ടേസ്റ്റാണ്. നല്ല പരുവം, നല്ല മഴയൊക്കെ പെയ്ത് ഇടിയൊക്കെ വെട്ടി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴിതാ ചക്ക ഇളക്കിയതും നാടൻ കോഴിയുടെ ചിക്കൻ പീസും റേഷനരി ചോറും ഇത് മൂന്നും കൂടെ ഇങ്ങനെ വാരി വെച്ചിട്ട് സെറ്റ്. രുചിയെന്ന് പറഞ്ഞാൽ അടിപൊളി. ഈ വൈബിനും ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയ അടിപൊളി ടേസ്റ്റ്.